രാഹുൽ, തൃക്കാക്കരയിലെ ചിത്രം ഇപ്പോൾ എങ്ങനെയാണ്? അവിടെ കോൺഗ്രസിന്റെ സിറ്റിംഗ് മണ്ഡലമാണ്, തോമസ് ആണ് ജയിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൃക്കാക്കരയെ സംബന്ധിച്ച് ഇതുവരെ കോൺഗ്രസ് തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. മണ്ഡലം രൂപീകരിച്ചതും തൊട്ട് UDF അനുകൂലമായി നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. പി ടി തോമസ് ജയിച്ചൊരു മണ്ഡലമാണ്. പക്ഷെ അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നു എന്നാണ് നമ്മൾ അതിന്റെ ഒരു കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാകാൻ കഴിയുന്നത്. അവിടെ ഇപ്പോഴത്തെ ഒരു സ്ഥാനാർത്ഥി പട്ടിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമാ തോമസ് ആണ്. ഉമാ തോമസിനെ നമുക്കറിയാം 2022, അതായത് പി ടി തോമസിന്റെ മരണശേഷമാണ് ഉമാ തോമസ് തൃക്കാക്കരയിലേക്ക് വരുന്നത്. 2022 ബൈ ഇലക്ഷൻ. ഉമാ തോമസ് 10-25,000 വോട്ടിന്റെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഉമാ തോമസിനെ തന്നെയാണ് പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ളത്. അവിടെ ഉള്ളത് ഉമാ തോമസ്, പിന്നീട് അഡ്വക്കേറ്റ് പുഷ്പദാസ്, അഖിൽ മാരാർ, ഈ 3 പേരുകളാണ്. എനിക്കൊന്നൊരു സെലിബ്രേറ്റ് മണ്ഡലമായിട്ട് തൃക്കാക്കര മാറിയിട്ടുണ്ട്. തൃക്കാക്കര അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ പോലും അവിടുത്തെ ഒരു അണ്ടർ ബേസ്, അതായത് അവിടെയുള്ള ആളുകളോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ടും അവിടെ വികസനം, അതായത് UDFിനോടൊപ്പമാണ് നിൽക്കുന്നതെങ്കിലും ഒരു കൊച്ചിയുടെ മൊത്തത്തിലൊരു വികസനത്തിലേക്ക് തൃക്കാക്കര മാറിയിട്ടില്ല എന്നുള്ളൊരു വലിയൊരു പരാതി അവിടെയുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 4 വർഷമായിട്ട് ഉമാ തോമസ് അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വലിയ പരാതികൾ ആ ഭാഗത്ത് നിന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ അവിടേക്ക് വന്നിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഇപ്പോൾ LDFിലാണെങ്കിലും NDAയിലാണെങ്കിലും ശക്തരായിട്ടുള്ള 2 സ്ഥാനാർത്ഥികളാണ് അവിടെ ഉള്ളത്. അഖിൽ മാരാരെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, കേരളത്തിൽ ബിഗ് ബോസിലൂടെ കടന്നു വന്ന് വലിയ രീതിയിൽ കൃത്യമായിട്ട് രാഷ്ട്രീയ കളികൾ കളിക്കാൻ അറിയാവുന്ന ഒരാളാണ് അഖിൽ മാരാർ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സ്വന്തമായ നിലപാടുണ്ട്. അത് മാത്രമല്ല, സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉമാ തോമസിനെയോ അഡ്വക്കേറ്റ് പുഷ്പദാസിനെയോ നമുക്ക് ചിത്രത്തിൽ പോലും കാണാൻ കഴിയില്ല. അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് അഖിൽ മാരാരെയാണ്. അഖിൽ മാരാർ വോട്ട് പിടിക്കുന്നൊരു ശൈലിയുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ ഒരു വീട്ടിൽ പോയിട്ട് ആ വീട്ടുകാരെ കണ്ട് വോട്ടുറപ്പിച്ചിട്ട് ഇറങ്ങി പോകുന്നൊരു ശൈലിയുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് കൂടുതലുള്ളത്. കാരണം മൈന്യൂട്ട് വോട്ടിനായിരിക്കുമല്ലോ അവിടെ വിഷയങ്ങൾ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ വോട്ടുറപ്പിക്കുന്ന പോലാണ് അഖിൽ മാരാര് തൃക്കാക്കരയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അഖിൽ മാരാര് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, തൃക്കാക്കര ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാണ്. എനിക്ക് BJPയുടെ 2020 ശക്തമായിട്ടുള്ള മണ്ണുകളുണ്ട്, അപ്പോൾ അവിടെ തരാതെ, ഇപ്പോൾ നമുക്കറിയാം കിഴക്കമ്പലം കഴിഞ്ഞ് പിന്നെ പെരുമ്പാവൂരാണ് 2020 ഏറ്റവും ശക്തമായിട്ടൊരു മണ്ഡലം എന്ന് പറയുന്നത്. അപ്പം അഖിൽ മാരാർക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ സുഖമായി വിജയിച്ച് വരാൻ കഴിയുമെന്ന് സാബു ജേക്കബ് പറയുന്നൊരു സാഹചര്യത്തിൽ പക്ഷേ അഖിൽ മാരാർ സ്വന്തം നിലപാടിൽ അഖിൽ മാരാർ അവിടേക്ക് വരികയാണ്, തൃക്കാക്കരയിലേക്ക് വരികയാണ്. അദ്ദേഹം പറഞ്ഞ് എനിക്ക് തൃക്കാക്കര വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം വാങ്ങിച്ചൊരു സ്ഥലമാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു ഉദ്ദേശം കാണുമെന്നൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൃക്കാക്കരയിലെ കൃത്യമായിട്ടൊരു പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ഓരോ വീടുകൾ, ചില സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് കൃത്യമായിട്ടുള്ള പണി അഖിൽ മാരാർ എടുക്കുന്നുണ്ട്. അഖിൽ മാരാരുടെ ഒരു സംസാര ശൈലിയുണ്ട്, നമ്മൾ തന്നെ ഇഷ്ടപ്പെട്ടു. അത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു സംസാര ശൈലി. നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും സത്യമല്ലേ. അപ്പൊ ആ രീതിയിൽ മാനിപ്പുലേഷൻ ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്, മാനിപ്പുലേഷൻ അല്ല, സംസാരിച്ച് ഒരാളെ വശത്താക്കാൻ കഴിയുന്ന ഒരാളാണ് അഖിൽ മാരാർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് അവിടെ പണിയെടുക്കുന്നുണ്ട്. അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏകദേശം BJPക്ക് വരുന്ന വോട്ട് വീതം എന്ന് പറയുന്നത് 12,000-നും 15,000-നും ഒരു 16,000 17,000 വോട്ടാണ് അവിടെ വരുന്നത്. സ്വാഭാവികമായിട്ടും BJPക്കുള്ള ഒരു വോട്ട് എന്ന് പറയുന്നത്. അവിടെ 2020 കടന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ തവണ 25,000 വോട്ടിന് വിജയിച്ചെങ്കിലും വികസനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് കൂടുതലും, അതായത് മണ്ഡലം ചിലപ്പോൾ കൈവിട്ട് പോയേക്കാമെന്നൊരു സാഹചര്യം ഇപ്പോൾ കോൺഗ്രസിന് തന്നെ ഭയമുള്ളൊരു സാഹചര്യമാണ്. കാരണം LDFും NDAയും ശക്തമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 2 പേരും വോട്ട് ഷെയർ കൂട്ടും. അപ്പോൾ 2 പേരും വോട്ട് ഷെയർ കൂട്ടാൻ പോകുന്നത് കോൺഗ്രസിന്, അതായത് കഴിഞ്ഞ തവണ ഉമാ തോമസിന് കിട്ടിയ വോട്ടുകൾ തന്നെ ആയിരിക്കും. അപ്പോൾ അവിടെ ഒരു മത്സരം ചിലപ്പോൾ LDFും NDAയും തമ്മിൽ വന്നേക്കാനുള്ളൊരു സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള സൂചനകളുമുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും തൃക്കാക്കരയിൽ സാബു ജേക്കബിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ക്രിസ്തീയ സമുദായത്തിൽ നിന്ന് വരുന്നതാണ്, ലത്തീൻ സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. തൃക്കാക്കരയുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഹിന്ദു ക്രിസ്ത്യൻ മെജോറിറ്റി മേഖലയാണ്. അതായത് അടിയുറച്ചു നിൽക്കുന്ന ക്രിസ്ത്യൻ
ബെൽറ്റുകൾ കൂടുതലും കോൺഗ്രസിന്, അതായത് കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഒരു ക്രിസ്ത്യൻ ബെൽറ്റാണ് വോട്ട് ബാങ്കാണ്. പക്ഷെ അത് ഇപ്പോ സ്വാഭാവികമായിട്ടും സാബു എം ജേക്കബിനും അവിടെ വലിയൊരു പിന്തുണയുണ്ട്. അപ്പൊ നമ്മൾ കാണാതെ പോകരുത്. അത് സഭകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ പോലും സാബു എം ജേക്കബിനുള്ള ഒരു ബന്ധം, അദ്ദേഹവും ലത്തീൻ സഭയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അവിടെ കൂടുതൽ ഒരു ലത്തീൻ സഭയുടെ ആളുകളാണ് ഏറ്റവും കൂടുതൽ. അതെ, ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകളാണ് അവിടെ കൂടുതലുള്ളത്. ഇപ്പോൾ നമ്മള് രാഷ്ട്രീയത്തിൽ ജാതി പറയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രാഷ്ട്രീയ സമവാക്യങ്ങൾ നോക്കി തന്നെയാണ് ഇവരെല്ലാം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാം അവസാനം അവിടെയുള്ള ഏതെങ്കിലും ഇപ്പോ റിലീജിയസ് ആയിട്ട് നിൽക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നതും അവരെ കാണുന്നതും അവരോടൊപ്പം ഫോട്ടോ എടുക്കുന്നതും ഇതിനു വേണ്ടിയിട്ടാണ്. ആ വിഭാഗത്തിന്റെ വോട്ട് ഞങ്ങൾക്ക് തന്നെ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതായത് അവർ ആ വോട്ട് അവസാന ലാപ്പിലും ഞങ്ങൾക്ക് വരണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവരെ എല്ലാം പോയി കാണുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ കുറെ സമവാക്യങ്ങൾ രാഷ്ട്രീയപരമായിട്ട് നോക്കുമല്ലോ, ജാതി സമവാക്യങ്ങൾ നോക്കും. അപ്പോൾ ക്രിസ്ത്യ ബെൽറ്റുകളും ഹിന്ദു ബെൽറ്റുകളുമാണ് അവിടെ കൂടുതലുള്ളത്. അത് കൂടുതലും കോൺഗ്രസിന് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു ബെൽറ്റുകളായിരുന്നു. പക്ഷേ ഉമാ തോമസ് അവിടെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് ഇവരെല്ലാം ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഭാഗം ആളുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവര് വികസനമാണ് കുറച്ചുകൂടെ ഒരു പ്രാക്ടിക്കലായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉമാ തോമസിൽ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഉമാ തോമസ് കഴിഞ്ഞ 4 കൊല്ലമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ തീർച്ചയായിട്ടും എന്നാലെങ്കിലും 2020-ക്കാണ് സീറ്റ് കൊടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അഖിൽമാരാരുടെ ഒരു ക്രൗഡ് പുള്ളിങ് വെച്ചിട്ട് നല്ലൊരു വോട്ട് ശതമാനം അദ്ദേഹം അറിയാനുള്ള സാധ്യതയുണ്ട്. അതെ, അഖിൽമാരാരെ സംബന്ധിച്ച് അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഫേസ്ബുക്കിലൊക്കെ ഒരു പോസ്റ്റ് നോക്കുമ്പോഴേ അഖിൽമാരാർ ഈ പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിലൊക്കെ താമസിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പോയി, ഇവിടെയാണോ നിങ്ങൾ ഇത്രയും വർഷം കൊണ്ട് താമസിക്കുന്നത്, നിങ്ങളുടെ MLA കണ്ടില്ലേ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു സംസാര ശൈലിയുണ്ട്. ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങുന്ന കുറേ കാര്യങ്ങളുണ്ട്. അദ്ദേഹം അങ്ങനെയാണ്, ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ, അങ്ങനെ പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങുന്നത്. അത് സ്വാഭാവികമായിട്ട് ഒരാൾ ചിന്തിക്കും, വന്ന ഈ മാറ്റങ്ങളൊക്കെ വരുമോ, പിന്നെ വിശ്വസിക്കാമോ, അങ്ങനെ ഒരു ചിന്തയായിരിക്കും അവർക്ക് വരുന്നത്. അതായത് ഇവർ കോൺഗ്രസിന് കൊടുക്കാൻ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ LDFന് കൊടുക്കാൻ വെച്ചിട്ടുള്ള ഒരു വോട്ട് പെർസെന്റേജ് അഖിൽമാരാരും മറിച്ചുകൊണ്ടുള്ള എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും മത്സരം ആരൊക്കെ തമ്മിലോ? സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഉമാ തോമസ് അവിടെ 4 കൊല്ലം ഒന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അവരോടുള്ളൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാവും സ്വാഭാവികമായിട്ടും. കാരണം 4 കൊല്ലം ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കാലങ്ങളിലാണെങ്കിൽ LDFനോടാണ് ആളുകൾക്ക് കൂടുതലും താല്പര്യം. LDFനെ വിജയിക്കാനായിരിക്കും സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷെ ഇപ്രാവശ്യം LDF മാത്രമല്ല, അതിലും ശക്തമായിട്ടൊരു കാൻഡിഡേറ്റ് ആണ് ഇപ്പുറത്ത് നിൽക്കുന്നത്, NDAയിൽ നിൽക്കുന്നത്. അത് 2020-ലാണ്, BJPയിൽ ഡയറക്റ്റ് അല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അഖിൽമാരാരെ ഇഷ്ടമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. ആന്റി ഇൻകംബൻസി LDFന് നേരിടേണ്ടി വരില്ലേ? സ്വാഭാവികമായിട്ട് അവിടെ എൻ്റെ ഒരു കണക്കൂട്ടൽ ഫൈറ്റ് നടക്കാൻ പോകുന്നത് ചിലപ്പോൾ LDFും NDAയുമായിട്ടായിരിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ അഖിൽമാരാർ വിജയിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്.